ആദ്യ ബ്ലൈൻഡ് 2020 വനിതാ വേൾഡ് കപ്പ് കിരീടത്തിൽ ഇന്ത്യൻ ടീം മുത്തമിട്ടപ്പോൾ ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് അത് അഭിമാന മുഹൂർത്തമായിരുന്നു. കാഴ്ചപരിമിതിയുള്ള വനിതകളുടെ ഈ ചരിത്ര വിജയത്തിന് പിന്നിൽ ഒരു മലയാളിയുടെ കഠിനാധ്വാനം കൂടിയുണ്ട്. വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ സെക്രട്ടറി ജനറലും അധ്യാപകനുമായ രജനീഷ് ഹെൻറിയാണ് ആ മലയാളി. നവംബർ 23 ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന ബ്ലൈൻഡ് 2020 വനിതാ വേൾഡ് കപ്പിന്റെ കലാശ പോരാട്ടത്തിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം ചരിത്രത്തിലേക്ക് നടന്നുകയറിയത്. വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ സെക്രട്ടറി ജനറലും മലയാളിയുമായ രജനീഷ് ഹെൻറിയുടെ ഏറെക്കാലമായുള്ള ആഗ്രഹം സഫലമായ നിമിഷം കൂടിയായിരുന്നു അത്. ആദ്യ ബ്ലൈൻഡ് വനിതാ ലോകകപ്പിൽ തന്നെ ഇന്ത്യക്ക് കിരീടം നേടാനായത് രാജ്യം ഒരിക്കലും മറക്കാനിടയില്ലാത്ത നേട്ടമാണ്. ഒരുപാട് കാലമായി ഇന്ത്യ കണ്ട സ്വപ്നം കൂടിയാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത്. അന്ധരോടുള്ള സമൂഹത്തിന്റെ സമീപനം പോലും മാറ്റുന്നതിന് ഈ ചരിത്ര വിജയം വഴിവെച്ചതായി രജനീഷ് ഹെൻറി പറയുന്നു. ഇന്ത്യൻ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം ഈ വേൾഡ് കപ്പ് ജയിച്ചതാണ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇന്ത്യ ജയിച്ചതോടുകൂടിയാണ് ഈ വേൾഡ് കപ്പിന് കൂടുതൽ ഗ്ലോറി ഉണ്ടായത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇന്ത്യൻ ബ്ലൈൻഡ് വിമൻസ് ടീമിന് കിട്ടിയ സ്വീകാര്യത ഇന്ത്യയിൽ വളരെ വലുതാണ്. ഒരു നോർമൽ ക്രിക്കറ്റേഴ്സ്, മെയിൻ സ്ട്രീം ക്രിക്കറ്റേഴ്സിന് കിട്ടുന്ന അതേ സ്വീകാര്യത ഈ പ്രാവശ്യം കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വിജയം. വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രധാന ചുമതലക്കാരൻ എന്ന നിലയിൽ ബ്ലൈൻഡ് 2020 വനിതാ വേൾഡ് കപ്പ് യാഥാർത്ഥ്യമാക്കുന്നതിനായി രജനീഷ് നടത്തിയ ഇടപെടലുകൾ വളരെ വലുതാണ്. കാഴ്ചയില്ലാത്തവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലടക്കം പങ്കെടുത്തിട്ടുള്ള ഇദ്ദേഹം തന്നെപ്പോലെ മറ്റുള്ളവരെയും ക്രിക്കറ്റിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള ദൗത്യം കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 6-ാം വയസ്സിൽ പൂർണ്ണമായും കാഴ്ചാശക്തി നഷ്ടമായ രജനീഷിന് ക്രിക്കറ്റിനോടുള്ള അധിനിവേശം അത്രയ്ക്ക് വലുതാണ്. വേൾഡ് കപ്പ് ഫസ്റ്റ് എവർ വേൾഡ് കപ്പാണ്. നമ്മളത് നടത്താനുള്ള ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. 6 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അപ്പം നമ്മൾ ഒരുപാട് കാലം മുമ്പേ കണ്ടിരുന്ന ഒരു ഡ്രീമാണ്. അതിൻ്റെ ഒരു റിയാലിറ്റി ആണ് സത്യത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കരമായ അഭിമാനവും സന്തോഷമാണ്. നമ്മുടെ എഫേർട്ട് കംപ്ലീഷനിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിജയം. ബ്ലൈൻഡ് ക്രിക്കറ്റ് മേഖലയും കളിക്കാരും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണമെന്നാണ് രജനീഷ് ആഗ്രഹിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയാണ് ക്രിക്കറ്റിനായി ജീവിതം മാറ്റിവെച്ച ഈ കായിക താരം. റിപ്പോർട്ടർ, കോഴിക്കോട്. രജനീഷിന്റെ കഥ നമ്മളോടൊന്ന് പറയുന്നുണ്ട്. കാഴ്ചയില്ലായ്മയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഉൾക്കാഴ്ചയുണ്ടെങ്കിലുണ്ടല്ലോ എന്തും സാധ്യമാണ്. അപ്പോൾ ഈ പരിമിതികളെ നമുക്ക് മറികടന്ന് മുന്നേറാൻ കഴിയട്ടെ.